ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു ബേസിസ്? എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിച്ച് സ്പാൻസ് ദ ഹോൾ സ്പേസ് വി ഈസ് കോൾഡ് എ ബേസിസ് ഫോർ വി. അത് നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, എല്ലാ വെക്ടർ സ്പേസിനും ഒരു ബേസിസ് ഉണ്ടോ? ഒറ്റ ബേസിസും ഇല്ലാത്ത ഏതെങ്കിലും വെക്ടർ സ്പേസ് ഉണ്ടോ? അതിനുത്തരം എല്ലാ വെക്ടർ സ്പേസിനും ബേസിസ് ഉണ്ട്. ബേസിസ് ഇല്ലാത്ത ഒറ്റ വെക്ടർ സ്പേസും ഇല്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിനും ഒരു ബേസിസ് ഉണ്ടെന്നാണ്. എന്തായിരുന്നു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്? ഇതൊക്കെ വായിച്ചു നോക്കുക. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. ഒരു ഫൈനൈറ്റ് സെറ്റ് സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസിനാണെന്ന് പറയുക ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിനും ഒരു ബേസിസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ കേസ് നമ്മളിപ്പം ഹാൻഡിൽ ചെയ്യില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ലീനിയർ ആൾജിബ്രയിൽ നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഒക്കെ മറ്റു പല ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരും, നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാം. സോ നമുക്കിപ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിനും ഒരു ബേസിസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാണ്ട് നമുക്കതൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ഇതിൻ്റെ പ്രൂഫിലേക്ക് വരാം. ആദ്യം നമ്മൾ ഓർക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്താണ് അല്ലേ. എം ടി സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. മാത്രമല്ല എം ടി സെറ്റിൻ്റെ സ്പാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ സ്പേസ് കിട്ടും. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്താണ്. ഇനി ഇവിടെ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഈ സീറോ സ്പേസ്, സീറോ മാത്രം എലമെൻ്റ് ആയിട്ടുള്ള സീറോ സ്പേസ് ഇല്ലേ, ഇതിന് ബേസിസ് ഉണ്ടോ? ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കൂ. ഇതിന് ബേസിസ് ഉണ്ട്. ഇതിൻ്റെ ബേസിസാണ് ഇതാ ഈ സംഭവം എം ടി സെറ്റ്. കാരണം എന്താ, എം ടി സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. മാത്രമല്ല അതിൻ്റെ സ്പാൻ എടുക്കും നമുക്ക് ഫുൾ സ്പേസ് സീറോ സ്പേസ് കിട്ടുന്നുണ്ട്. സോ എം ടി സെറ്റ് ഈസ് എ ബേസിസ് ഫോർ ദിസ് സീറോ സ്പേസ്. ഇനി ഇതിന് എം ടി സെറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ബേസിസ് ഉണ്ടോ? ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, ഇതിനാകെ രണ്ട് സബ്സെറ്റേ ഉള്ളൂ. ഒന്ന് എം ടി സെറ്റ്, പിന്നുള്ള ഏതാണ് ഈ ഫുൾ സെറ്റ് തന്നെ. ഈ രണ്ട് സബ്സെറ്റിൽ ഇതിനുള്ളൂ. ഇതിൻ്റെ ബേസിസ് ആകാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിനകത്ത് സീറോ ഉണ്ട്. സോ ദിസ് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇതിന് മാത്രമേ ബേസിസ് ആകാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ ബേസിസ് ആണെന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇതിൻ്റെ സ്പാൻ എടുക്കും നമുക്ക് ഈ ഫുൾ സ്പേസ് കിട്ടുന്നുണ്ട്. സോ ഈ സീറോ സ്പേസിൻ്റെ ബേസിസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ടി സെറ്റാണ്. ക്ലിയർ ആണല്ലോ? നൈസ്. ഇനി ഞാനിത് വായിച്ചിട്ട് ഒരു റിസൾട്ട് എഴുതും. ആ റിസൾട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നേരത്തെ പരിചയമുള്ളതാണോ അല്ലേ എന്നുള്ളത്. ചിലപ്പോൾ നേരത്തെ പരിചയമുള്ളതാവും, അല്ലെങ്കിൽ പുതിയ റിസൾട്ട് ആവാം. ഇനി ഞാൻ എഴുതട്ടെ നോക്കാം. എന്താ റിസൾട്ട് ഒന്ന് പോസിറ്റ് വായിച്ച് നോക്കുക. നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണോ എന്ന് ആലോചിച്ച് നോക്കൂ. റിസൾട്ട് എന്താ പറയുന്നത്? ഇങ്ങനത്തെ ഒരു സെറ്റ് എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇതിൻ്റെ അകത്ത് ഒരു വെക്ടർ വി കെ എങ്കിലും കാണാൻ പറ്റും. എന്താ അതിൻ്റെ പ്രത്യേകത? ആ വി കെ ബിലോങ്സ് ടു സ്പാൻ എസ് മൈനസ് വി കെ. അതായത് എസിൻ്റെ അകത്തുനിന്ന് ആ വി കെ അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സെറ്റാണല്ലോ എസ് മൈനസ് വി കെ. അതിൻ്റെ സ്പാൻ്റെ അകത്ത് ആര് വരും? ആ വി കെ വരും. സോ ഇതാണ് റിസൾട്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിസൾട്ടാണ്. പോസിറ്റീവ് വായിച്ചു നോക്കുക. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത റിസൾട്ടാണോ? ഇത് നേരത്തെ ചർച്ച ചെയ്ത റിസൾട്ടാണ്. ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതി തരാം, അപ്പോൾ മനസ്സിലാവും. അതിൻ്റെ മുമ്പേ ഈ സ്പാൻ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നു സ്പാൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ് അല്ലേ. അതായത് ഈ എസ്സിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്ന വെക്ടേഴ്സിൻ്റെ കളക്ഷനാണ് സ്പാനസ്. അത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഒന്നുകൂടി മാറ്റി ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത, അതായത് ലെക്ചർ 24 എൻ്റെ ഓർമ്മ. ഇത് നമ്മൾ ചർച്ച ചെയ്താണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല നമ്മൾ എഴുതിയത് മാത്രം, അത്രയേ ഉള്ളൂ. ഇതാ ഇതൊന്ന് വായിച്ചു നോക്കൂ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലേ, ഒരു സെറ്റ് എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിലെ ഏതെങ്കിലും ഒരു വെക്ടർ അതിലെ മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ. ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിസൾട്ടിൻ്റെ ഒരു ഭാഗം ഞാൻ പ്രൂവ് ചെയ്യും, മറ്റേ ഭാഗം നിങ്ങളോട് സ്വന്തം ചെയ്യാൻ പറയുകയും ചെയ്തായിരുന്നു ഞാൻ ആ വീഡിയോയിലാണ് എൻ്റെ ഓർമ്മ. ഇനി നമ്മൾ ചർച്ച ചെയ്താണ്. ഇത് രണ്ടും സെയിം അല്ലേ? നോക്കൂ, ഇവിടെ ഈ വി കെ എസ് മൈനസ് വി കെൻ്റെ സ്പാനിൽ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എസ് മൈനസ് വി കെ തന്നെ വി കെ അല്ലാത്ത മറ്റ് വെക്ടേഴ്സ് അല്ലേ എസ് മൈനസ് വി കെയിൽ ഉണ്ടാവുക. സോ വി കെനെ വി കെ അല്ലാത്ത മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുകയെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് റിസൾട്ടും സെയിം അല്ലേ? നോക്കൂ, ക്ലിയർ. സോ ഇതന്നെ ഒന്നുകൂടി മാത്തമാറ്റിക്കൽ ടേംസ് ഉപയോഗിച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി ഈ റിസൾട്ട് എസ് ഈക്വൽ ടു സെറ്റ് സീറോ ആകുമ്പോൾ ഹോൾഡ് ചെയ്യുമെന്ന് നോക്കൂ. കാരണം ഇത് പ്രൂവ് ചെയ്തപ്പം ചിലരൊക്കെ എന്നോട് വാട്സപ്പിൽ ചോദിച്ച ഡൗട്ടാണ്, ഇത് എസ് ഈക്വൽ ടു സെറ്റ് സീറോ ആകുമ്പോൾ ഈ റിസൾട്ട് എങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ഇവിടെ കാണിച്ചു തരാം. അത് മാച്ചിട്ട് നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. എസ് ഈസ് ഈക്വൽ ടു സെറ്റ് സീറോ ആകുമ്പം ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുമെന്നുള്ളത്. നമുക്കറിയാം എസ് സെറ്റ് സീറോ ആകുമ്പം ഇതൊരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് പ്രകാരം എന്ത് വേണം? ഈ എസിൻ്റെ അകത്തൊരു വെക്ടർ കാണണം അല്ലേ, ആ വെക്ടർ വി കെ കാണണം.
ആ വി കെൻ്റെ പ്രത്യേകത എന്താണ്? ആ വി കെ സ്പാൻ എസ് മൈനസ് വി കെയിൽ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു വെക്ടർ ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളതാണ് ചിലരുടെയൊക്കെ സംശയം. ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടുത്തെ ആ വി കെ ആരാണ്? ഈ 0 തന്നെയാണ്. അതല്ലേ നോക്കി നോക്കൂ, 0 ബിലോങ്സ് ടു സ്പാൻ എസ് മൈനസ് സെറ്റ് 0 എന്ന് എഴുതാൻ പറ്റൂലേ? ഇതുപോലെ അല്ലേ? സ്പാൻ എസ് മൈനസ് എസ് 0 എന്ന് എന്താ വരിക? സ്പാൻ എസ്ന്ന് 0 ആയി കഴിഞ്ഞാൽ ബാക്കി എം ടി അല്ലേ? അപ്പോൾ സ്പാൻ എം ടി തന്നെ എന്താണ് നമുക്കറിയാം? അതെന്താണ്? 0 സ്പേസ് ആണ് അല്ലേ? അപ്പോൾ 0 ബിലോങ്സ് ടു 0 സ്പേസ് നമുക്കറിയാം. ക്ലിയർ ആണ്. അപ്പം ഈ റിസൾട്ട് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് 0 ആകുമ്പോഴും കറക്റ്റാണ്. കാരണം അതിൻ്റെ അകത്ത് ഒരു വീക്ക് ഉണ്ട്. ആ വീക്ക് ആയിട്ട് എടുത്താൽ മതി, 0 എടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഇനിയും ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാകും. അതൊക്കെ പേഴ്സണലി ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ റിസൾട്ട് നേരത്തെ ലെക്ചർ 24-ൽ ആ വേർഡ്സിൽ എഴുതിയ വേർഷൻ ചർച്ച ചെയ്തപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. അവരൊക്കെ പേഴ്സണലി ചോദിച്ചു. അതേപോലെ നിങ്ങൾക്കും ചോദിക്കാം. ഓക്കെ, അത് ഞാൻ വിട്ടു. ഇനി വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഈ റിസൾട്ട് ഡിസ്കസ് ചെയ്തപ്പം ഈ 0 സ്പേസിൻ്റെ കാര്യം ഒന്ന് സ്പെഷ്യലി പറയേണ്ടി വന്നു അല്ലേ? ആളുകൾക്ക് അങ്ങനെ സംശയം തോന്നി. ഇതേപോലെ നിങ്ങൾക്ക് എപ്പോഴും ഈ 0 സ്പേസിൻ്റെ കാര്യമൊക്കെ പല റിസൾട്ടിലും നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. ആ റിസൾട്ട് 0 സ്പേസിനാകുമ്പം എന്തോ ഒരു പ്രശ്നമല്ലേ എന്നൊക്കെ സംശയം തോന്നിയേക്കാം. അത് പലപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തെന്ന് വന്നേക്കാം. എല്ലാം ചെയ്തില്ലെങ്കിൽ നിങ്ങളത് സ്വന്തം ചെയ്യുക. പലപ്പോഴും ഞാൻ മനഃപൂർവ്വം വിട്ടുവെന്ന് വരും കേട്ടോ. അപ്പോൾ നിങ്ങളത് സ്വന്തം ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കിതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാം. അടുത്ത രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റ് എസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഒരു വെക്ടർ എങ്കിലും അതിലെ മറ്റ് വെക്ടേഴ്സിൽ ഈ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്നുണ്ടാവും. സോ അത്തരം ഒരു വെക്ടറിന് ആ എസ്സിനെ അങ്ങ് റിമൂവ് ചെയ്യാം. എന്നാലും ആ സ്പാനിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതായത് എസിൻ്റെ സ്പാനും ആ റിമൂവ് ചെയ്ത് കിട്ടുന്ന എസ് മൈനസ് വി കെ അല്ലേ, അതിൻ്റെ സ്പാനും സെയിം ആയിരിക്കും. അതാണല്ലോ ഞാൻ പറഞ്ഞ. ക്ലിയർ ആണല്ലോ? ഞാനതൊന്നുകൂടി വൃത്തിക്ക് ഇവിടെ എഴുതി തരാം. എന്നിട്ട് അതിൻ്റെ പ്രൂഫും നമുക്ക് ചർച്ച ചെയ്യാണ്ട്. ഇതല്ലേ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞത്. സംശയമായിട്ട് ഒന്ന് ബാക്കടിച്ച് നോക്കിയാൽ മതി കേട്ടോ. അതായത് ഒരു സെറ്റ്, ഇങ്ങനത്തെ ഒരു സെറ്റ് എസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തുള്ളൊരു വെക്ടറാണ് വി കെ. എന്നിട്ട് ആ വി കെ എസ്സിലെ വി കെ അല്ലാത്ത മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് എങ്കിൽ ആ എസ്സിൻ്റെ സ്പാനും ആ എസ്സിൻ്റെ അകത്തുനിന്ന് വി കെ റിമൂവ് ചെയ്ത് കിട്ടുന്ന സെറ്റിൻ്റെ സ്പാനും സെയിം ആയിരിക്കും. അതായത് ഇത്തരം ഒരു വി കെനെ എസ്സിന് അങ്ങ് റിമൂവ് ചെയ്തിട്ട് സ്പാൻ കണ്ടാലും സ്പാൻ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൂഫ് അടങ്ങി എഴുതുകയാണ്. നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യുക. അത് നമ്മളെന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ അത് വി കെ ബിലോങ്സ് ടു സ്പാൻ എസ് മൈനസ് വി കെ ആണെങ്കിൽ ഈ രണ്ട് സെറ്റും സെയിമാണ് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതായത് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം, ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇവിടെ തുടങ്ങാം. ഇവിടെ വി കെ സ്പാൻ എസ് മൈനസ് വി കെയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഈ വി കെനെ എസ്സിലെ വി കെ അല്ലാത്ത മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം അല്ലേ? സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ എ ഐ വി എന്ന് പറയുമ്പം ഇവിടെയുള്ള ഈ വി കെ എന്ന് പറഞ്ഞ വെക്ടർ ഇവിടെ ഇൻവോൾവ് ചെയ്യില്ല. ബാക്കിയുള്ള എല്ലാ വെക്ടേഴ്സും ഇവിടെ വരും. ക്ലിയർ ആണല്ലോ? ഐ വാരീസ് ഫ്രം 1 to n എഴുതണം. ഞാൻ എഴുതിയില്ല, മനസ്സിലാവുമല്ലോ? ക്ലിയർ. ഇനി ഞാൻ ഇവിടെ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാ വെക്ടേഴ്സും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പോസ് ചെയ്ത് ട്രൈ ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ്ലി അങ്ങനെ എഴുതാൻ പോകുന്നത്. അതായത് ഞാൻ ഇവിടുന്ന് ഒരു വെക്ടർ വി എടുക്കും, എന്നിട്ട് അത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കും. നമുക്ക് എന്തേ കാണിക്കേണ്ടിയിരുന്നത്? ഇവിടുന്ന് ഒരു വെക്ടർ വി എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വെക്ടർ വി എടുത്തു, അതങ്ങനെ പോയി ഇത് അവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ വെക്ടർ വി സ്പാൻ എസ് മൈനസ് വി കെയിൽ ഉണ്ടെന്ന് കാണിച്ചു. ഇത് ഞാൻ വിശദീകരിക്കാം. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ പോസ്റ്റ് ആയിട്ട് ഒന്ന് സ്വന്തം മനസ്സിലാക്കാൻ നോക്കൂ. ഓക്കെ, അപ്പം ഈ വി സ്പാനസിൽ ഉണ്ടെങ്കിൽ വീൻ എങ്ങനെ എഴുതാം? ഈ എസ്സിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഫോർ സം സ്കാലാർ സി ഐ ഫ്രം ഫീൽഡ്. യെസ്. ഇനി ഈ സമ്മേഷൻ്റെ അകത്ത് നമ്മുടെ ഈ വി കെ ഉള്ളൊരു ടേം ഉണ്ടാവില്ലേ? ഒരു സി കെ വി കെൻ്റെ അകത്ത് ഉണ്ടാവും. അതിനെ അവിടെ മാറ്റി വെച്ചു, ബാക്കിയുള്ളവർക്ക് ഒരുമിച്ച് എഴുതി അല്ലേ? സമ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു കെ സി ഐ വി എന്ന് പറയുമ്പം ഇതിനകത്ത് സി കെ വി കെ വെച്ച് ബാക്കിയുള്ള എല്ലാ ടേംസും ഇവിടെ വരും. ഡൗട്ടൊക്കെ എന്തുണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. സോ ഇനി ഈ വി കെക്ക് വരും ഞാൻ ഈ സമ്മേഷൻ ഉപയോഗിച്ചു ഇവിടെ ഈ വി കെൻ്റെ സ്ഥാനത്ത്. ക്ലിയർ അല്ലേ? ഇനി ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. ഇനി ഈ സി കെ എനിക്ക് സമ്മേഷൻ്റെ ഉള്ളിലേക്ക് എടുക്കാമല്ലോ. അതെടുത്തു. പിന്നെ കറസ്പോണ്ടിങ് ടേംസൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതി. ഇനി ഇവിടെ നോക്കൂ, ഈ സമ്മേഷനിൽ വി കെ അല്ല, ഐ നോട്ട് ഈക്വൽ ടു കെ വി കെ അല്ല, എസ്സിലെ വി കെ അല്ലാത്ത മറ്റ് വെക്ടേഴ്സ് മാത്രമേ ഈ സമ്മേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ, ഈ ലീനിയർ കോമ്പിനേഷനിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്പാൻ എസ് മൈനസ് വി കെയിൽ ഉണ്ടാവില്ലേ? കാരണം എന്താ? എസ്സിലെ വി കെ അല്ലാത്ത മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ് ഈ സ്പാൻ എന്ന് പറയുമ്പം. അപ്പോൾ നമ്മുടെ വി എന്താണ്? എസ്സിലെ വി കെ അല്ലാത്ത മറ്റ് വെക്ടേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. സോ ദിസ് വി ഈസ് ഇൻ ദിസ് സെറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു വെക്ടർ വി എടുത്തിട്ട് അത് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു.
ഇനി ഇതിൻ്റെ കോൺവേഴ്സ്, അതായത് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. അത് പോസിറ്റീവ് സ്വന്തം ട്രൈ ചെയ്ത് നോക്കും, ഞാൻ ഇവിടെ ചെയ്യാം. നമ്മൾ ഇതുവരെ പ്രൂവ് ചെയ്ത കാര്യം ഇങ്ങനെ സംഗ്രഹിക്കുക അല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താ ഇത് ഇതിൻ്റെ സബ്സെറ്റാണെന്നുള്ള ഞാൻ ഇവിടെ എഴുതി. ഇത് തിരിച്ച് ഇതിൻ്റെ സബ്സെറ്റാണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈക്വലായി. അത് വളരെ ഈസി ആയി ചെയ്യുക. അതിന് വലിയ ടെക്നിക്കൊന്നും വേണ്ട. കാരണം നമുക്കറിയാം ഈ എസ് മൈനസ് അല്ലേ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സബ്സെറ്റാണ് കേട്ടോ. സോ എസ് മൈനസ് വി കെ സബ്സെറ്റ് ഓഫ് എസ് ആണല്ലോ അല്ലേ. ഇത് നമ്മൾ നേരത്തെ ഏതോ വീഡിയോ പ്രൂവ് ചെയ്തിട്ടുണ്ട്. S1 S2ൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ സ്പാൻ S1 സ്പാൻ S2ൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇത് നമ്മൾ പ്രൂവ് ചെയ്തല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം സ്പാൻ എസ് മൈനസ് സെറ്റ് വി കെ ഈ സബ്സെറ്റ് ഓഫ് സ്പാൻ എസ്. ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കിട്ടി, ഇത് ഇതിൻ്റെ സബ്സെറ്റാണ് നേരത്തെ പ്രൂവ് ചെയ്തു. ഇനി തിരിച്ച് ഇത് ഇതിൻ്റെ സബ്സെറ്റാണെന്ന് പ്രൂവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദേ ആർ സെയിം അല്ലേ. സ്പാൻ എസ് ഇസ് ഈക്വൽ ടു സ്പാൻ എസ് മൈനസ് വി കെ. അതായത് ഒരു സെറ്റിലെ ഏതെങ്കിലും ഒരു വെക്റ്റർ വി കെ ആ സെറ്റിലെ മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ആ വെക്റ്ററിനെ ആ സെറ്റിനെ അങ്ങ് റിമൂവ് ചെയ്താലും സ്പാനിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പ്രധാന കർത്തവ്യത്തിലേക്ക് പോകും. നമ്മളെ ഐഡിയ എന്തായിരുന്നു, നമ്മളെ വിഷയം എന്തായിരുന്നു, എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിനും ഒരു ബേസിസ് ഉണ്ടെന്നുള്ളതാണ്. ഇനി ഞാൻ ആ കർത്തവ്യത്തിലേക്ക് പോവാണ്. ഈ പറഞ്ഞ റിസൾട്ടുകളൊക്കെ നിങ്ങൾ ഓർമ്മയിലാവണം, നിങ്ങൾ നോട്ടിലും അതുണ്ടാവും. ഞാനതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതാ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം, നമ്മുടെ വീഡിയോയിലെ പ്രധാന തിയറം ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ദെൻ വി ഹാസ് എ ബേസിസ്. എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിനും ഒരു ബേസിസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പോകുക നമ്മൾ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിതിൻ്റെ കുറച്ച് ഹിൻസ് ആദ്യം തരാം. ആ ഹിൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഫുൾ പ്രൂഫ് തരാം. ഇതാണ് ഹിൻറ്റുകൾ. ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് സ്വന്തം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫ് അങ്ങ് പറയട്ടെ. അതായത് ഇവിടെ വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ്. എന്നിട്ട് നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ആ വിക്ക് ഒരു ബേസിസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഇനി വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിനെ സ്പാൻ ചെയ്യുന്ന എങ്ങനത്തെ ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ. സ്പാൻ എസ് ഇസ് ഈക്വൽ ടു വി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ടാവും ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ. ആ എസ് തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ എസ് ഈ വിയുടെ ബേസിസ് ആവില്ലേ. കാരണം എന്താ, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, മാത്രമല്ല അതിൻ്റെ സ്പാൻ എടുക്കുമ്പോൾ ഫുൾ സ്പേസ് കിട്ടുന്നുണ്ട്. സോ അപ്പം ഈ എസ് എന്താവും നമ്മുടെ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസായി മാറും. അപ്പോൾ ഇതിന് ഉത്തരമായി മാറി, ഈ വിക്ക് ഒരു ബേസിസ് കിട്ടി. ഇനി എസ് ഇൻഡിപെൻഡൻ്റ് അല്ല, എസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിലോ, നമുക്കറിയാം എസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു വെക്റ്റർ അതിലെ മറ്റ് വെക്റ്റേഴ്സിന് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അത് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയാണ് അല്ലേ. വി കെ ബിലോങ്സ് ടു സ്പാൻ എസ് മൈനസ് വി കെ ആയിട്ടുള്ള ഒരു വി കെ എങ്കിലും ആ സെറ്റിലുണ്ടാവും എസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ. ഇനി മാത്രമല്ല നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കി, അത്തരം ഒരു വി കെനെ, അതായത് ഈ വി കെൻ്റെ പ്രത്യേകത എന്താണ്, വി കെ എസ്സിലെ മറ്റ് വെക്റ്റേഴ്സിന് ലീനിയർ കോമ്പിനേഷനാണ്. അത്തരം ഒരു വി കെനെ ഈ എസ് അങ്ങ് റിമൂവ് ചെയ്തിട്ട് സ്പാൻ കണ്ടാലും സ്പാനിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സ്പാൻ എസ് ഈസ് ഈക്വൽ ടു സ്പാൻ എസ് മൈനസ് വി കെ. അതും നമ്മൾ ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്തതാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ റിമൂവ് ചെയ്ത ഈ പുതിയ സെറ്റിലെ എസ് മൈനസ് സെറ്റ് വി കെ അത് നമ്മൾ S1 എന്ന് വിളിക്കുക. അപ്പോൾ S1ൻ്റെ പ്രത്യേകത എന്താണ്, S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് നിന്ന് ഇങ്ങനത്തെ ഒരു വി കെനെ റിമൂവ് ചെയ്ത് കിട്ടിയ ഒരു സെറ്റാണ്. അതുകൊണ്ട് തന്നെ S1ൽ ഇപ്പോൾ ഒരു എലമെൻറ്റ് കുറവാണ്. എസ്സിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ S1ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, n-1 എലമെൻറ്റ്സ് ഉണ്ടാവുക. ഓക്കെ. ഇനി ഈ എസ് മൈനസ് സെറ്റ് വി കെൻ്റെ സ്പാൻ പഴയ സ്പാൻ എസ് എന്നല്ലേ, അതായത് സ്പാൻ എസ് എന്തായിരുന്നു, വി ആയിരുന്നു. അപ്പം ഈ S1ൻ്റെ സ്പാൻ എന്താണ്, അപ്പം വി തന്നെയാണ്. അപ്പം ഈ എസ്സിന് പകരം എസ്സിനേക്കാളും ഒരു വെക്റ്റർ കുറവായിട്ടുള്ള S1 കിട്ടി. അതാണെങ്കിലോ അതും നമ്മുടെ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ടതാണ്. അപ്പം ഈ എസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ കേട്ടോ. ഇനി ഇതേ പരിപാടി വീണ്ടും റിപ്പീറ്റ് ചെയ്തൂടെ. ഇനി വീണ്ടും തിരിച്ചു വരിക. ഈ S1 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവിടെ രണ്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി. ഈ S1 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ S1 എന്തായി മാറും, വിൻ്റെ ബേസിസ് ആയി മാറും. കാരണം എന്താ, ആ S1 നമ്മുടെ ഫുൾ സ്പേസിനെ സ്പാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല S1 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ S1 വിൽ ബി എ ബേസിസ്. ഇനിയല്ല S1 ഡിപ്പെൻഡൻ്റ് ആയി പോയി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു വെക്റ്റർ ഉണ്ടാവും. ആ വെക്റ്ററിനെ റിമൂവ് ചെയ്താൽ പുതിയൊരു സെറ്റ് കിട്ടും. അതിന് നമ്മൾ S2 എന്ന് വിളിക്കുക. ആ S2ൻ്റെ സ്പാൻ ഇതേപോലെ ഫുൾ സ്പേസ് തന്നെ ആയിരിക്കും. ഇനി ആ S2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ S2 അതിൻ്റെ നമ്മുടെ സ്പേസിൻ്റെ ബേസിസ് ആയിരിക്കും. ഇനിയല്ല ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ വീണ്ടും അതിൻ്റെ അകത്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ സ്പേസിനെ സ്പാൻ ചെയ്ത് പുതിയൊരു സെറ്റ് S3 കിട്ടും. അങ്ങനെ മുന്നോട്ട് പോകാം. ഇനി ഈ പോക്ക് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫിനിറ്റ്ലി റൺ ചെയ്യോ, അതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കണം. പോസ് ചെയ്തേ പറ്റുള്ളൂ. പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത്,
ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി റൺ ചെയ്യും. ഇൻഫിനിറ്റ്ലി റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ സ്റ്റേജിലും നമുക്ക് ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് സെറ്റ് കിട്ടുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരു വെക്ടറിനെ റിമൂവ് ചെയ്യുക, വീണ്ടും ഒരു സ്പാനിങ് സെറ്റ് കിട്ടുക, അത് വീണ്ടും ഡിപ്പെൻഡൻ്റ് ആവുക, വീണ്ടും റൺ ചെയ്യുക, അങ്ങനെ പോകണം അല്ലേ. ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അങ്ങനെ അല്ലാതെ എല്ലാ സ്റ്റേജിലും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റ് തന്നെയാണോ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ പോസിറ്റ് ആലോചിക്കുന്നത്. പോസിറ്റ് ആലോചിച്ചിട്ട് കിട്ടിയ ഉത്തരം ഞാൻ വിചാരിക്കുന്നു ഇതങ്ങനെ ഇൻഫിനിറ്റ്ലി റൺ ചെയ്യില്ലാന്നായിരിക്കും പലർക്കും കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ, ഇത് ഇൻഫിനിറ്റ്ലി റൺ ചെയ്യാന്നാണ് അതിൻ്റെ അടുത്ത് എല്ലാ സ്റ്റേജിലും ഡിപ്പെൻഡൻസ് സെറ്റ് കിട്ടുക. എല്ലാ സ്റ്റേജിലും ഡിപ്പെൻഡൻസ് സെറ്റ് കിട്ടുമ്പോൾ എല്ലാ സ്റ്റേജിലും നമുക്ക് അതിൻ്റെ അകത്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെക്ടറും കിട്ടണം. പക്ഷേ നമ്മളെ എസ്സിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് അല്ലേ ഉള്ളൂ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് റിമൂവ് ചെയ്യാൻ ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. സോ ഇത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവസാനിച്ചേ പറ്റുള്ളൂ അല്ലേ. ഇങ്ങനെ S1 S2 എക്സെട്ര അങ്ങനെ പോയിട്ട് ഏതോ ഒരു SJയിൽ നമുക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻസ് സെറ്റ് കിട്ടണം. ഒരു SJ ഇൻഡിപെൻഡൻ്റ് ആയി കൂടി അവസാനിക്കും. ഇനി നോക്കുക, ആ SJ അവസാനം കിട്ടുന്ന ആ SJ നമ്മുടെ ഫുൾ സ്പേസിനെ സ്പാൻ ചെയ്യും. മാത്രമല്ല ആ SJ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ദാറ്റ് SJ വിൽ ബി എ ബേസിസ് ഫോർ ദിസ് V. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം, എല്ലാം ചോദിക്കാം.